അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ റഹ്മത്തുള്ള ഖാസിമിന്റെ ഒരു മുമ്പ് നടന്നൊരു പ്രസംഗത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് അടക്കം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, അതായത് അമേരിക്ക ഇസ്രായേലും പാടെ കൂടിയിട്ട് കുറെ രാജ്യങ്ങളെ നശിപ്പിച്ചു, ഇനിയിപ്പോ ഈ ഇറാനെ നശിപ്പിക്കുന്നത് വലിയ പുകിലം നല്ല സംഭവം നല്ല. അപ്പൊ റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞില്ലെങ്കിലും നടക്കുന്നൊക്കെയാണ് ആ കമന്റിന്റെ ഒരാശയം. പക്ഷെ ഞാൻ പറയട്ടെ, റഹ്മത്തുള്ള ഖാസിമി ഇത് ഇന്നോ ഇന്നലെ പറഞ്ഞതല്ലല്ലോ, ഈ അമേരിക്ക യുദ്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതല്ലല്ലോ. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രഭാഷണത്തിൽ മൂപ്പര് സൂചിപ്പിച്ച വിഷയം ഇന്ന് അതേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ എന്റെ പേഴ്സണലി എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു പ്രഭാഷകനാണ്, അല്ലെങ്കിൽ ഒരു മതപ്രഭാഷകനാണ് റഹ്മത്തുള്ള ഖാസിമി. മൂപ്പര് വൈബിയായ ഒരുപാട് മറന്ന കാര്യങ്ങൾ മൂപ്പരുടെ ലതുഞ്ഞായുമ്പോൾ മൂപ്പര് പലതും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പര് പറഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഇറാനുമായിട്ട് യുദ്ധം വരും, ഇറാന് തകരും എന്നൊക്കെ. അങ്ങനെ അറബ് രാജ്യങ്ങളേക്ക് ആ യുദ്ധങ്ങൾ വ്യാപിക്കും, അറബ് രാജ്യങ്ങൾ നശിക്കും, ഇമാം മഹദി പുറപ്പെടുന്ന മൂപ്പരുടെ ക്ലിപ്പ് അതാണ് ഞാൻ കേൾപ്പിച്ചു തന്നത്. അതൊന്നും കൂടെ കേട്ടു നോക്കി നിങ്ങൾ. മഹദി എന്ന് വരുമെന്ന് വെച്ചാൽ ബേജാറിലാണ്. മഹദി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാർ തകരണം, അല്ലാതെ മഹദി വരൂ. എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹദി വരണം, നടക്കൂല. കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും മഹദി വരണം. നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മഹദി വരണം, നടക്കൂല. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽക്കുൽ അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ടണം. കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടാനുള്ള വഴി PC സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല. മനസ്സിലായില്ല? അറബ് രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ മഹദി പുറത്തു വരികയില്ല, അത് തകരുകയും ചെയ്യും. നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും, പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാത് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അറബ് ലോകം മുഴുവനും തകരും. അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. ആ അരക്ഷിതാവസ്ഥയിലെ മഹദി വരും. അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മഹദി വരണമെന്ന് എനിക്കില്ല. ഇപ്പോൾ മഹദി വരരുതേന്ന് എനിക്ക് വരൂല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും അടുത്തൊന്നും മഹദി വരൂല. മഹദി വരണമെങ്കിൽ അറബ് ഇംപീരിയലിസം തകരണം, അല്ല വരൂല. എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം. ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം. അത് അടുത്തൊന്നും സംഭവിക്കൂല, അല്ലാതെ മഹദി വരൂല. ഒരു നേരത്തെ അന്നം അങ്ങനെയാണ്. കോടാനക്കോടി സ്വർണ്ണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും. അപ്പോഴേ മഹദി വരും. ഒരു സൗദിക്ക്, ഒരു UAE-ക്കാരന്, ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണ്ണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം. അങ്ങനത്തെ ഒരു കാലത്ത് മഹദി വരും. അത്രയും എക്കണോമിക്കലി അവർ തകർന്നു. രാജാവാകാൻ ഒരാൾ കിട്ടൂല. അപ്പോഴാണ് വലിച്ചു കൊണ്ടുവരിക ജനം ഒരാളെ, അയാളാണ് മഹദി. ഇന്നിപ്പോ ആളുകൾ അടികൂടുക രാജാവാകാൻ. രാജാവാകാൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാർ എനിക്കറിയാം. അവർ രാജാവാകാൻ കൊതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കുതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പൊഴിക്കളിൽ ഉള്ളിലായി. ഇനിയൊരു കാലം വരും, അക്കാലത്ത് രാജാവാകാൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത്. അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം. അയാളാകട്ടെ കാര്യം നിർബന്ധിതൻ, നിങ്ങൾ രാജാവാകണം എന്നറിയും, ഒരിക്കലല്ല എന്നറിയും. നിർബന്ധിക്കും.
അങ്ങനെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും. അയാളാണ് മഹദി. സത്യമാണ്.